അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ് അമ്മാ ബഅദ്. ആദരണീയരായ സഹോദരങ്ങളെ, UAE-യിലെ ചെറിയ പെരുന്നാൾ ഖുതുബ ഈദുന ഉസ്രത്തു വതൻ, നമ്മുടെ പെരുന്നാൾ രാജ്യമെന്ന വലിയ കുടുംബത്തോട് ചേർന്ന് എന്ന പ്രമേയമാണ് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ രക്ഷിതാവായ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. വയുനജ്ജില്ലാഹുല്ലദീന തഖൗ ബിമഫാസതിഹിം ലാ യമസ്സുഹുമുസ്സൂഉ വലാ ഹും യഹ്സനൂൻ എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതായത്, സൂക്ഷ്മത പാലിക്കുന്നവരെ അവർ പിന്തുടർന്നുവന്ന വിജയകരമായ ജീവിതം കാരണം അള്ളാഹു രക്ഷപ്പെടുത്തും. ശിക്ഷ അവരെ ബാധിക്കുകയില്ല, അവർക്ക് ദുഃഖിക്കേണ്ടിയും വരില്ല. സത്യവിശ്വാസികളെ, എല്ലാവർക്കും സന്തോഷപൂർണമായ ഒരു പെരുന്നാൾ ആശംസിക്കുകയാണ്. അള്ളാഹുവിനോട് ഈ പെരുന്നാൾ നമുക്കോരോരുത്തർക്കും, നമ്മുടെ രാജ്യത്തിൻ്റെ ആദരണീയനായ പ്രസിഡന്റിനും രാഷ്ട്ര നേതൃത്വത്തിനും കുടുംബത്തിനും സമൂഹത്തിനുമെല്ലാം സ്വസ്ഥതയുടെയും സുസ്ഥിരതയുടെയും സമാധാനത്തിൻ്റെയും അഭിവൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും സുദിനമാവട്ടെ എന്ന് നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഈ മഹത്തായ രാജ്യം 2026 കുടുംബ കാര്യങ്ങളുടെ വർഷമായി ആചരിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ, ഈ പെരുന്നാൾ ദിനത്തിൽ കുടുംബത്തിൻ്റെ യഥാർത്ഥ അർത്ഥം നാം മനസ്സിലാവാഹിക്കുകയാണ്. കുടുംബമെന്നാൽ ഏറെ ബലിഷ്ഠമായ ഒരു ഉടമ്പടിയാണ്. നമ്മുടെ പരമ്പരയുമായും രാജ്യത്തോടുള്ള പ്രതിബദ്ധതയുമായും മൂല്യങ്ങളുമായും അതേറെ ബന്ധപ്പെട്ട് കിടക്കുന്നു. കുടുംബം നമ്മെ സംരക്ഷിക്കുന്ന പരിചയാണ്. നമുക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട കരുത്തുറ്റ കോട്ടയാണ്. സമൂഹത്തിൻ്റെ കെട്ടുറപ്പും കരുത്തും കുടുംബത്തെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അഥവാ ഈടുറ്റ കുടുംബമുള്ളിടത്ത് ശക്തമായ സമൂഹവും രാജ്യവും പിറവിയെടുക്കുന്നു. സത്യവിശ്വാസികളെ, ഇന്നു നാം ആദരവോടെ, ബഹുമാനത്തോടെ, വലിയ വിലമതിപ്പോടെ രാജ്യമെന്ന വലിയ കുടുംബത്തെ മനസ്സിലാക്കുകയാണ്. ഈ മഹത്തായ രാജ്യത്തിൻ്റെ ജന്മഗുണവും കരുത്തും ശക്തിയും ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവ വികാസങ്ങളിലൂടെ നാം കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു. പ്രതിസന്ധികൾക്കും വെല്ലുവിളികൾക്കും മുന്നിൽ ഈ രാജ്യം ഒരുറച്ച പർവ്വതം പോലെ നിലകൊണ്ടു. രാഷ്ട്രത്തിൻ്റെ ആദരണീയനായ നേതാവ് സൂക്ഷ്മതയോടെ, കൃത്യതയോടെ, യുക്തിസഹമായി കാര്യങ്ങളെ നിയന്ത്രിക്കുന്നു. വമൻ യുക്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറ. ഒരാൾക്ക് യുക്തിമതിത്വം നൽകപ്പെട്ടാൽ കണക്കില്ലാത്ത നേട്ടമാണ് അവന് നൽകപ്പെടുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് നമുക്കെല്ലാം സ്നേഹസമ്പന്നനായ പിതാവാണ്. നമ്മെ സംരക്ഷിക്കുന്ന കോട്ടയാണ്. മക്കൾക്ക് ആ പിതാവ് ആശ്വാസം പകരുന്നു. ശുഭാപ്തി വിശ്വാസികളാവാൻ ആ പിതാവ് നമ്മോടെപ്പോഴും പറയുന്നു. ഈ മഹത്തായ മണ്ണിലെ ഓരോ മനുഷ്യരും, അത് ഈ മണ്ണിലെ പൗരന്മാരായാലും താമസക്കാരായാലും, ഈ ഐക്യവീടിൻ്റെ അരുമ മക്കളാണ്. നമ്മളെല്ലാവരും ഒന്നിച്ച് ഈ രാഷ്ട്ര നേതൃത്വത്തിനു കീഴിൽ സ്വഫൻ കഅന്നഹും ബുനിയാനും മർസൂസ്, കരുത്തുറ്റ മതിൽക്കെട്ടുപോലെ അണിചേർന്നു നിൽക്കുകയാണ്. ഏകോദര സഹോദരങ്ങളെ പോലെ അവർ പരസ്പരം സഹായമാവുകയാണ്. അവരുടെ സ്നേഹത്തിലും കാരുണ്യത്തിലും അനുകമ്പയിലുമെല്ലാം അത് പ്രകടമാണ്. പ്രതിബദ്ധതയാണ് അവരുടെ പ്രത്യക്ഷ ഗുണം. സത്യസന്ധമായ ചേർന്നുനിൽപ്പാണ് അവരുടെ മുദ്രാവാക്യം. അവർ നല്ല കൂട്ടുത്തരവാദിത്വം കാണിക്കുന്നു. അവർ ഉറച്ചു വിശ്വസിക്കുന്നത് ഈ രാജ്യം ഒരു വിലപ്പെട്ട മുത്താണ് എന്നാണ്. എന്തു വില കൊടുത്തും രാജ്യം സംരക്ഷിക്കപ്പെടണം, സുരക്ഷിതമാക്കപ്പെടണം. രാജ്യത്തെ മക്കൾക്കു പിന്നിൽ സദാ സന്നദ്ധമായ സംവിധാനങ്ങളുണ്ട്. ആ സ്ഥാപനങ്ങളും സംവിധാനങ്ങളുമാണ് രാജ്യത്തിന് കാവലൊരുക്കുന്ന കവചം. ആ കവചം കരയിലുണ്ട്, കടലിലുണ്ട്, ആകാശത്തുമുണ്ട്.
അതിക്രമകാരികളുടെ കുതന്ത്രങ്ങളെ തകർത്തുകളയുന്നത് അവരാണ്. ശത്രുക്കൾക്ക് പ്രതിരോധം തീർക്കുന്നതും കള്ളപ്രചാരകരുടെ അപവാദങ്ങളെ ചെറുത്തു തോൽപ്പിക്കുന്നതും അവർ തന്നെ. ശത്രുക്കളും കള്ളപ്രചാരകരുമെല്ലാം ലക്ഷ്യം വെക്കുന്നത് ഈ രാജ്യത്തിന്റെ ഇച്ഛാശക്തിയെ തകർക്കുവാനും അതിനെ ദുർബലപ്പെടുത്തുവാനുമാണ്. പക്ഷേ ഒരിക്കലും അവർക്കതിനു സാധ്യമല്ല. ഈ മഹത്തായ രാജ്യം ഉറച്ചു വിശ്വസിക്കുന്നത് സൂറത്ത് യൂസുഫിൽ അല്ലാഹു പറയുന്നത് പോലെ വഞ്ചകരുടെ കുതന്ത്രങ്ങളെ അല്ലാഹു ലക്ഷ്യത്തിലെത്തിക്കുകയില്ല എന്നാണ്. മാത്രമല്ല അല്ലാഹു വിധിച്ചതെന്തും നന്മയ്ക്കു വേണ്ടി മാത്രമായിരിക്കുമെന്നും അവർക്കുറപ്പുണ്ട്. നിങ്ങൾക്ക് ഗുണകരമായ ഒരു കാര്യത്തോട് നിങ്ങൾക്ക് വെറുപ്പ് തോന്നിയേക്കാം. ഫലില്ലാഹിൽ ഹംദു റബ്ബിസ് സമാവാതി വറബ്ബിൽ അർദി റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ ഭൂമിയുടെയും ആകാശങ്ങളുടെയും രക്ഷിതാവായ അള്ളാഹുവിനാണ് സ്തുതികളഖിലവും. സത്യവിശ്വാസികളെ, ഈ രാജ്യത്തെ നിങ്ങൾ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ആ രാജ്യത്തിന് നിങ്ങളെയും ഇഷ്ടമാണ്. രാജ്യത്തോട് നിങ്ങൾ ആത്മാർത്ഥത പുലർത്തി, അതുകൊണ്ട് രാജ്യം നിങ്ങളുടെ ആത്മാർത്ഥതയെ വിലമതിക്കുന്നു. രാജ്യത്തിൻ്റെ മൂല്യങ്ങളും ധാർമ്മികതയും നിങ്ങൾ മുറുകെ പിടിക്കുക. എപ്പോഴും നല്ല നാളെ കടന്നുവരുന്നുവെന്ന് ശുഭാപ്തി വിശ്വാസം കൊള്ളുക. രാഷ്ട്ര നേതൃത്വത്തിനു പിന്നിൽ അടിയുറച്ചു നിൽക്കുക. കുടുംബത്തെ നന്നായി പരിചരിക്കുക. കർമ്മങ്ങളിലും വിശ്വാസങ്ങളിലും നല്ല വ്യക്തതയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക. വ്യതിരിക്തമായ സ്വഭാവവിശേഷണങ്ങളുള്ള മൂല്യപ്രതിബദ്ധതയുള്ള രാജ്യത്തിൻ്റെ പേരിൽ അഭിമാനം കൊള്ളുകയും ഐഡന്റിറ്റി കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്നതായിരിക്കണം നമ്മുടെ തലമുറ. ഐക്യവും കെട്ടുറപ്പും അവർ മുറുകെ പിടിക്കണം. അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതുപോലെ വഅ്തസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖൂ എന്നത് അവരുടെ ഉത്തമ ബോധ്യമായിരിക്കണം. അതായത് നിങ്ങളൊന്നായി അള്ളാഹുവിൻ്റെ പാശം മുറുകെ പിടിക്കുക, ഭിന്നിക്കരുത്. ഈ മഹത്തായ രാജ്യത്തിൻ്റെ സ്ഥാപകനോടും അതിൻ്റെ നേതൃത്വത്തോടും നമ്മുടെ തലമുറയ്ക്ക് പ്രതിബദ്ധതയുണ്ടാവണം. രാജ്യത്തിൻ്റെ ഉന്നതിക്കും പുരോഗതിക്കും വേണ്ടി സ്വന്തം പഠനകാര്യങ്ങളിലും കർമ്മങ്ങളിലും കഠിനാധ്വാനശാലികളാവണം അവർ. അങ്ങനെ വരുമ്പോൾ അള്ളാഹു പറഞ്ഞിട്ടുള്ളതുപോലെ വൽബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബിഹ്. നല്ല നാടാണെങ്കിൽ ആ നാട്ടിൽ സസ്യങ്ങൾ അള്ളാഹുവിൻ്റെ അനുമതിയോടെ കിളിർത്തു വരുന്നു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾക്ക് സന്തോഷം പകരുക, കുടുംബത്തിൽ ആനന്ദമുണ്ടാക്കുക. മക്കളുടെ പഠനവും പുരോഗതിയും നാം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുക. ഇന്ന് ഈ പെരുന്നാൾ ദിവസം നാം കൃതജ്ഞതാശാലികളായി ആഘോഷിക്കുക. എല്ലായിടങ്ങളിലും സന്തോഷം നിലകൊള്ളട്ടെ. കാരണം ഇന്ന ലികുല്ലി ഖൗമിൻ ഈദ വഹാദാ ഈദുന. ഓരോ സമൂഹങ്ങൾക്കും ആഘോഷമുണ്ട്. ഇന്ന് നമ്മുടെ ആഘോഷമാണ്, നമ്മുടെ ഈദാണ്. അതുകൊണ്ട് കുടുംബത്തിൽ സന്തോഷമുണ്ടാക്കുക, സമൂഹത്തിന് ആനന്ദം നൽകുക. ഒരു കാരണവശാലും രാജ്യത്തിനു വേണ്ടി ജീവൻ ത്യജിച്ചവരെ മറക്കാതിരിക്കുക. അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. രാജ്യത്തിനു വേണ്ടി കാവൽ തീർക്കുന്ന രാഷ്ട്രഭടന്മാരെ നന്ദിയോടെ പ്രാർത്ഥനാപൂർവം ഓർത്തുകൊണ്ടിരിക്കുക. അവരുടെ മഹത്വം ഉൾക്കൊള്ളുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.